Hi friends, welcome back to Polytechies YouTube channel. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ജിയോ ഫൈബർ സെറ്റ് ടോപ്പ് ബോക്സ് യൂസ് ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനല്ല, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ജിയോ ഫൈബർ സെറ്റ് ടോപ്പ് ബോക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ചാനൽസ് എടുക്കേണ്ടത്, അതിൽ ഫിലിംസ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ജിയോ TV+, അതുപോലെ ലൈവ് TV എന്താണ്, ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും ഡെമോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഓരോ ആപ്സ് വൈസ് ആണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ജിയോ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ആപ്പായ ജിയോ സിനിമ ആപ്ലിക്കേഷൻ്റെ ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നത്. ഓൾറെഡി ലൈവ് TVയുടെയും ജിയോ TV+ൻ്റെയും ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ജിയോ സിനിമ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് മൂവീസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഒത്തിരി കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി ആഡഡ് മൂവീസ്, അതുപോലെ തന്നെ ഡബ്ഡ് ഇൻ ഹിന്ദി, അതുപോലെ തന്നെ നമുക്ക് മിസ്റ്ററി മൂവീസ്, ബെസ്റ്റ് ഇൻ ത്രില്ലർ, ബെസ്റ്റ് ഇൻ സീരീസ്, ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. ബെസ്റ്റ് ഇൻ ഹൊറർ, ലേറ്റസ്റ്റ് മൂവീസ്, ബെസ്റ്റ് ഇൻ റൊമാൻസ്, ബെസ്റ്റ് ഇൻ കോമഡി, അതുപോലെ ബെസ്റ്റ് ഇൻ ആക്ഷൻ, അങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് ഇവിടെ ഫിലിംസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റൊമാൻറ്റിക് മൂവീസ്, ബെസ്റ്റ് ഇൻ ഫാൻറ്റസി, അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ 90 ബോളിവുഡ്, ഹോളിവുഡ്, ഓസ്കാർ വിന്നിങ് മൂവീസ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ കാറ്റഗറി വൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, മറാഠി, പഞ്ചാബി, ബംഗാളി, ഭോജ്പുരി, ഇത്രയും ഭാഷയിലുള്ള ഫിലിംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ മലയാളം എടുത്തു കഴിഞ്ഞാൽ മലയാളം ഫിലിംസ് എല്ലാം ഇതുപോലെ കാണിക്കും. അതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ന്യൂ ടു ഓൾഡ് ടു ന്യൂ, പോപ്പുലർ ഓൺ ജിയോ, A to Z, Z to A എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ആക്കിയിട്ട് കൊടുത്തിട്ട് കാണാം. അതിൽ ഓൾഡ് ടു ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതലുള്ള മൂവീസ് കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് വാച്ച് ചെയ്യാം. അതുപോലെ പോപ്പുലർ ഓൺ ജിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള മൂവീസ് കാണാൻ വേണ്ടിയിട്ടാണ്. A to Z, അതുപോലെ Z to A എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലെറ്റർ വൈസ് ഫിലിംസിൻ്റെ ലിസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിലിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ അറിയാം, ഫുൾ നെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിലിം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ഓപ്ഷന് വളരെ ഹെൽപ്ഫുള്ളാവും. ഇപ്പോൾ A to Z എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം A വെച്ചിട്ട് തുടങ്ങുന്ന ഫിലിംസ് ആദ്യം കാണാം, B വെച്ചിട്ടുള്ള ഫിലിംസ് സെക്കൻഡ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു C വെച്ചിട്ടുള്ള ഫിലിമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു C എന്നുള്ള ആ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫിലിം അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ബെനിഫിറ്റ്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് വേറൊരു കാറ്റഗറി വൈസ് ആണ്. നമുക്ക് തൊട്ട താഴെ നമുക്ക് നോക്കിയാൽ കാണാം ആക്ഷൻ മൂവീസ്, അഡ്വഞ്ചർ മൂവി, ആനിമേഷൻ മൂവി, ബയോഗ്രാഫി മൂവി, കോമഡി മൂവി, ക്രൈം മൂവി, ഡ്രാമ മൂവി, ഫാമിലി മൂവി, ഫാൻറ്റസി മൂവി, ഹിസ്റ്ററി മൂവി, ഹൊറർ മൂവി, അതുപോലെ തന്നെ സ്പോർട്സ് മൂവി, ത്രില്ലർ മൂവി, വാർ മൂവി, ഇങ്ങനെ കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി നിങ്ങൾക്ക് അതിൽ പോയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ജിയോ ഫൈബർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.